ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? കൊഞ്ച് ബിരിയാണി ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണിയാണ്. ഇനി വേണ്ടത് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വേണം എടുക്കാൻ. ഇത് കുതിർത്ത് എടുക്കാൻ കുതിരാൻ വെച്ചിരിക്കുകയാണ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, കൊത്തമല്ലി, തക്കാളി, കൊഞ്ചിലോട്ട് മഞ്ഞപ്പൊടി, ഉപ്പും മുളക് പൊടിയും കൂടെ പുരട്ടി അരമണിക്കൂർ വെക്കണം. എന്തൊക്കെയാ ചെയ്യേണ്ട? മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് മുളക് പൊടി ചേർത്ത് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് അരമണിക്കൂർ ഇതല്ലേ പിടിക്കണം. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് വരാം. ഇപ്പം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഗേസ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഗേസ് വറക്കാൻ. വറുത്ത് ഗേസ്. മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ കുക്കർ വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയും നെയ്യ് ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചു ഗൈസ്. നമ്മൾ എന്താ ചെയ്യണം? നെയ്യ് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ കൂടി ഇടുവാണ്. അതിലോട്ട് നമ്മൾ ഇച്ചിരി സവാള ഇട്ട് കുതിർത്ത് വെച്ച അരി കുക്കറിലേക്ക് ഇടുവാണ്. ഉള്ളിയും അതൊക്കെ ഇട്ടതിനകത്ത് അരി ഇടുകയാണ് ഗൈസ്. അരി ഇട്ട് ഗൈസ്. അരി ഇട്ട് ഇനി നമ്മൾ എന്താ വേണം? നല്ലപോലെ ഇളക്കണം ഗൈസ്. അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിനി എന്താ വേണം? അരിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 4 കപ്പ് അരിയാണ്. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം അധികം, 6 കപ്പ്. അപ്പം അങ്ങനെയാണ് ഗൈസ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ് അമ്മ? തിളപ്പിച്ച വെള്ളമാണ് ഗൈസ്. വെള്ളം ഒഴിച്ച് ഉപ്പാണ്.
ഉപ്പ് ഇടുവാണ്. ഉപ്പ് ഇനി നമ്മളെന്ത് ചെയ്യണം? ഇനി ഇതാക്കി വേഗണം. ഇപ്പൊ വെന്തിട്ട് വേകുമ്പോഴത്തേനും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇടുവാണ്. എണ്ണ ഒഴിച്ച് കേസ് അതിനകത്തോട്ട്, എന്നിട്ട് കൊഞ്ചി ഇടുക ചെറുതായിട്ടൊന്ന് വറക്കാൻ. ഫ്രൈ ആയാ? അപ്പം നമ്മളിനി എന്ത് ചെയ്യണം? കോരുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് ഗൈസ്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി അപ്പം നമ്മൾ അതിലേക്ക് സവാള ഇടുവാണ്. സവാള ഇടാൻ പോവാണ് ഗൈസ്. അത് റെഡിയായോ? ഇനി നമ്മൾ എന്തോ ചെയ്യും? തക്കാളി അതിലേക്ക് തക്കാളി ഇടാൻ പോവാണ് ഗൈസ്. തക്കാളി ഇട്ട് തക്കാളി വഴറ്റാനിട്ട് റെഡിയായ ഇനി നമ്മൾ എന്താ ചെയ്യണം? കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് അതിലേക്ക് ഇടുവാണ്. കൊഞ്ച് അതിലേക്കിട്ടു. കൊഞ്ചിട്ടു. കുറച്ച് വെള്ളം അത് വേകാനുള്ള വെള്ളം ഒഴിക്കുകയാണ്. വെള്ളമൊഴിച്ചു. കുറച്ച് മസാലപ്പൊടി ഇട്ടു. കുറച്ച് മല്ലിയില ഇട്ടു. കുറച്ച് ഉപ്പിട്ടു. ഇനി നമ്മളെന്താണ്? അടച്ച് വെക്കുക വേവാനോ? അപ്പം നമുക്ക് വെന്തിട്ടായി കേസിന് നമ്മൾ കൊഞ്ചും ചോറും കൂടെ മിക്സ് ചെയ്യാൻ പോവാം. മിക്സ് ചെയ്തിട്ട് അപ്പം നമ്മളെ കൊഞ്ച് ബിരിയാണി റെഡി ഗൈസ്.
ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.